2024 ഡിസംബർ 29-നാണ് കേരളത്തിലെ തൃക്കാക്കര മണ്ഡലത്തിലെ എംഎൽഎയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായ ഉമ്മ തോമസ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭാരതനാട്യം കലാപ്രദർശനത്തിന് ഗിന്നസ് റെക്കോർഡ് നേടുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മൃദംഗനാദം എന്ന വലിയ പ്രദർശനത്തിനിടെയാണ് ഈ അപകടം നടന്നത്. ഉമ്മ തോമസ് പോലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം ഇത്തരം പരിപാടികൾക്ക് ശക്തി നൽകുമെന്ന് കരുതിയാകണം ഇദ്ദേഹത്തെ ക്ഷണിച്ചത്. പക്ഷേ ആഘോഷങ്ങളോടെ ആരംഭിച്ച ഈ പരിപാടി അവർ 15 അടി ഉയരത്തിൽ നിന്ന് വീണതിന് പിന്നാലെ ദുഃഖത്തിൽ ആകുകയായിരുന്നു. വൈകിട്ട് 6:30-യോടെയായിരുന്നു സംഭവം. ഉമ്മ തോമസ് ചടങ്ങിനായി തയ്യാറാക്കിയ താത്കാലിക പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതിനായി മുന്നോട്ടേക്ക് നീങ്ങി ആരുടെയോ അഭിവാദ്യം സ്വീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച റെയിലിംഗിന്റെ ഒരു ഭാഗം പിടിച്ചുപിടിച്ചപ്പോൾ അത് തകർന്നു. പിന്നീട് 15 അടി മുകളിൽ നിന്ന് താഴേക്ക് വീണു. ശേഷം ഫ്ലോറിൽ തലയിടിച്ച് പരിക്കേൽക്കുകയായിരുന്നു. ഈ ദുരന്തം കണ്ടവർ ഉടൻ തന്നെ ഇടപെട്ട് ഇവരെ രക്ഷപ്പെടുത്തി അടിയന്തരമായി കൊച്ചിയിലെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉടൻ തന്നെ ഉമ്മ തോമസിന്റെ പരിക്കുകൾ ഗുരുതരമായതാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. അവർക്ക് മസ്തിഷ്കത്തിൽ ഗ്രേഡ് 2 ഡിഫ്യൂസ് ആക്സണൽ ഇഞ്ചുറി ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു. കൂടാതെ മൂക്കിലെ എല്ലും തലയെല്ലും പൊട്ടലും ശ്വാസകോശത്തിൽ കോൺട്യൂഷനും സംഭവിച്ചിരുന്നു. ഇവരെ വെന്റിലേറ്റർ സഹായത്തിൽ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര ശസ്ത്രക്രിയ വേണ്ടെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തൽ. ഇത്തരം ഒരു സംഭവം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തും പൊതുജനങ്ങളിൽ നിന്നും വ്യാപക പ്രതികരണങ്ങൾക്ക് ഇടയാക്കി. ഇവരുടെ ആരോഗ്യം കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് നിരവധി പ്രമുഖർ മുന്നോട്ട് വന്നു. കെ രാജീവ് മന്ത്രിയും മറ്റു രാഷ്ട്രീയ നേതാക്കളും ഇവരുടെ ആരോഗ്യസ്ഥിതി നിരന്തരം അന്വേഷിച്ചു, മാധ്യമങ്ങളെ അപ്ഡേറ്റ് ചെയ്തു. ആരോഗ്യനിലയിൽ ചെറുതായെങ്കിലും മെച്ചമുണ്ടെന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും അവർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. സംഭവത്തിനുശേഷം പാലാരിവട്ടം പോലീസ് ഈ പരിപാടി സംഘടിപ്പിച്ച ഓസ്കർ ഇവന്റ്സ്, മൃദംഗവിഷൻ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സുരക്ഷാ വീഴ്ചകളും നിയമലംഘനങ്ങളും നടത്തിയതിന് ഇവരെ ഉത്തരവാദികളാക്കുകയും ചെയ്തു. ഓർഗനൈസിംഗ് കമ്പനി ഓസ്കർ ഇവന്റ്സിന്റെ മാനേജർ കൃഷ്ണകുമാറിനെ പോലീസിൽ അറസ്റ്റ് ചെയ്തു. സ്റ്റേജിന്റെ ഘടനയിലും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം സ്റ്റേഡിയത്തിന്റെ പരിപാലകരായ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ടുവേണ്ടി വിശദമായ അന്വേഷണം ആരംഭിച്ചു. GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ഓർഗനൈസർമാരുടെ വീഴ്ചകളെ തുറന്നടിച്ച് ഇതിന്റെ പേരിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനായി സ്റ്റേഡിയത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നവീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തൃക്കാക്കര മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റെ ഏക വനിതാ MLA ഉമ്മ അവരുടെ ഭർത്താവ് PT തോമസിന്റെ മരണാനന്തര കാലഘട്ടത്തിലാണ് സജീവ രാഷ്ട്രീയത്തിൽ എത്തിയത്. 2022-ൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ അവർ ചരിത്രപരമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കോൺഗ്രസിന്റെ ശക്തനായ നേതാവായ ഭർത്താവിന്റെ പദവിയും മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വിശ്വാസം നേടുകയും ചെയ്തു. സമൂഹത്തിലെ വലിയ പരിപാടികളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കേണ്ടതിന്റെ അത്യാവശ്യകതയും ഈ സംഭവം മുന്നോട്ട് കൊണ്ടുവരുന്നു.